അപ്പോൾ ഇന്ന് സമാധിയെ പറ്റിയും ഭ്രാന്തിനെ പറ്റിയും സംസാരിക്കാം. അപ്പോൾ ഈ സമാധി എന്താണെന്ന് പൊതുവേ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പലരും ഒരു സന്യാസി കുറേ നേരം കണ്ണുമടച്ച് ഇങ്ങനെ എണീക്കാതെ നിവരാതെ ഒരേ ഒരു സ്റ്റിൽനെസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ സമാധിയായിട്ട് കണക്കാക്കാറുണ്ട്. സമാധിയിൽ അത് സംഭവിക്കാറുമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എപ്പോഴും സമാധി അത് തന്നെ ആവണമെന്നില്ല. സമാധി എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാങ്കുലിറ്റിയാണ്. അതായത് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയും. ചിന്തയുടെ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ. പതഞ്ജലി പറഞ്ഞതുപോലെ എന്താണ്, ചിത്തവൃത്തി നിരോധനം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ആക്ഷൻ, അതാണ് സമാധി. ഈ സമാധി എന്ന് പറയുന്നതിന് പല തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ അത്തരം തെറ്റിദ്ധാരണകളിലേക്കൊക്കെ പോകാൻ നമ്മളൊരു ട്രാങ്കുലിറ്റി ഓഫ് മൈൻഡിലേക്ക് എത്തുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. ഈ സമാധിയിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സിദ്ധികൾ ലഭിക്കും, എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കുമെന്ന് പലർക്കും ഒരു ചിന്തയുണ്ട്. എന്നാൽ ഒന്നും വേണ്ടാത്ത, ഒന്നും നേടിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ നിമിഷം പൂർണ്ണമായിരിക്കുകയും സ്വാഭാവികമായ ആക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നതിനെയാണ് സമാധി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. ഈ നാച്ചുറൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയും. ഈ UG കൃഷ്ണമൂർത്തി, നമ്മുടെ J കൃഷ്ണമൂർത്തി, റോബർട്ട് സ്പിര, ഇനി അതുമല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ബേസിക്കലി സെൻ ബുദ്ധിസത്തിൽ ഇതിനെപ്പറ്റി പറയാം. അതായത് സ്പോണ്ടേനിയസ് ആക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റേറ്റിനെയാണ് സെൻ ബുദ്ധിസത്തിൽ പറയുന്നത്. അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായി സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കണം. അത് നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന മനസ്സിൻ്റെ ഒരു ആക്ടിവിറ്റി ആവാതെ ചെയ്യുന്ന കാര്യങ്ങൾ. അത് നമുക്ക് എപ്പോഴും ഇപ്പം ഒരു കാര്യവും ചെയ്യാതെ വെറുതെ സ്വസ്ഥമായിരിക്കാൻ സാധിച്ചാൽ അതും സമാധിയാണ്. എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഈ നാച്ചുറൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനാണ് ഈ നിർവികൽപ്പ സമാധി എന്ന് പൊതുവായി പറയുന്നത്. ഇതുപോലെ സമാധിയുടെ തന്നെ പല ലെവലുകൾ, കോൺഷ്യസ്നെസ്സിന് തന്നെ പല ലെവലുകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മനസ്സ് നിലനിൽക്കുന്നത് വരെ ഉള്ളൂ, ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലുകൾ, ഈ തലങ്ങളൊക്കെ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ ഐദർ എൻലൈറ്റൻഡ് ഓർ നോട്ട് എൻലൈറ്റൻഡ് എന്ന് പറയും. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ബോധമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധമില്ല, അത്രേ ഉള്ളൂ. മനസ്സിൻ്റെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ബോധം എപ്പോഴും ഇവിടെ ഉണ്ട്, നമുക്കത് അറിഞ്ഞാലും ഇല്ലെങ്കിലും. അതറിയാൻ വേണ്ടിയുള്ള യാത്രയാണല്ലോ ഈ ബോധോദയം തേടിയുള്ള യാത്ര എന്നൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ ഈ സമാധി പറയുമ്പോൾ അതിൻ്റെ കൂടെ ഭ്രാന്തിൻ്റെ കാര്യം കൂടെ പറയാൻ കാര്യം, ഈ ഭ്രാന്തും സമാധിയും തമ്മിലൊരു തിൻ ലൈനിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഈ സമാധി ലഭിക്കാനായിട്ട്, ഞാൻ സമാധി അവസ്ഥയിലെത്താനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഭ്യാസങ്ങൾ ഒരുപാട് പേര് കാണിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് തവണ മന്ത്ര ഉച്ചാരണം ചെയ്യുക, ഈ യോഗാഭ്യാസം, ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ബ്രീത്തിങ് പ്രാക്ടീസുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ മനുഷ്യനെ ഭ്രാന്തിലേക്ക് എത്തിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതിന് സമാധിയുമായിട്ടൊരു അടുത്ത ബന്ധമുണ്ട്, എന്നാൽ പോലും ഇത് സമാധിയല്ല. ഇതിനെ വിഭ്രമം എന്ന് പറയും. നിങ്ങൾക്ക് ശരിക്കും സ്വാഭാവികമായ സമാധിയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിൽ വിവേകമാണ് ഉണ്ടാകുന്നത്, വിഭ്രമമല്ല. വിവേകവും വിഭ്രമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഈ സമാധി സ്റ്റേറ്റിലൂടെ കടന്നുപോയ ഒരാൾക്ക്, അല്ലെങ്കിൽ കുറച്ച് നേരം ഒരാൾക്ക് സമാധിയിൽ ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിവേകം വർദ്ധിക്കും. ഒരു വിസ്ഡം എന്ന് തന്നെ പറയാം, അത് വർദ്ധിക്കും. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഞാനെന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റിയുമായിട്ട്, ആ ഒരു ഐഡൻറ്റിറ്റിയുമായ ഒരു ഇലൂഷനുമായിട്ടുള്ള ഒരു താതാത്മീകരണം കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വരുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞ് 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 വന്ന് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് പയ്യെ പയ്യെ എത്താൻ തുടങ്ങും. ഓരോ സമാധി സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു സമാധി അനുഭവിക്കുന്ന ഒരു പീരീഡ് കഴിയുന്തോറും ഇത് സംഭവിക്കും. പൂർണ്ണമായ സമാധിയിലെത്തിയാൽ എപ്പോഴും നാച്ചുറൽ സ്റ്റേറ്റ് അങ്ങനെ. എന്നാൽ നമ്മൾ ഈ അഗ്രസീവായിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു സമാധിയിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് ഈ ചാടിക്കയറി ആവശ്യമില്ലാത്ത അഭ്യാസങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് നയിക്കും. കാരണം നമ്മൾ ഈ ഒരു റെഡിനെസ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു റെഡിനെസ് വേണം ധ്യാനം സംഭവിക്കാൻ, സ്വാഭാവികത സംഭവിക്കാൻ. ഇതിനൊരു റെഡിനെസ് വേണം. ഇതിന് സാത്വിക മനോഭാവം, അല്ലെങ്കിൽ സാത്വികമായ മനസ്സ് എന്നൊക്കെ പൊതുവായിട്ട് കൺസെപ്റ്റുകളിൽ പറയും. അപ്പം നമ്മൾക്കത് ആണ് ആദ്യം ഉണ്ടാവേണ്ടത്. നമ്മൾ ആദ്യം സാത്വികമായ ഒരു ഭാവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. ആ മനസ്സിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഇതൊന്നും അറിയാതെ ഈ വീഡിയോസോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബുക്സൊക്കെ വായിച്ച്, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ഒരുപാട് എക്സാജറേഷൻ വീഡിയോസൊക്കെ കേട്ടിട്ട് സമാധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സമാധി അവസ്ഥ എത്തിയാൽ എന്തോ വലിയ സാധനം നമുക്കിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കുറേ കോപ്രായങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിപരീത ഫലം ഉണ്ടാകും. ഭ്രാന്തിലേക്ക് തന്നെ പോകും. നമ്മുടെ നാട്ടിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ ലഭിക്കുന്ന ഭ്രാന്ത് ഒരു ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് മനസ്സിൻ്റെ ലെവലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അതൊരു സ്വാഭാവികമായ അവസ്ഥയല്ല, അതല്ല ആത്മീയമായ ഉയർച്ച. ഇത്തരം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർ ചിലപ്പോൾ ഈ സമാധിയുടെ ചില സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ കാണിച്ചെന്നിരിക്കും. അവർക്ക് ചിലപ്പോൾ ചില അനുഭവങ്ങളും ചില ദൃശ്യങ്ങളും ദൈവം തന്നെ നേരിട്ട് വന്നെന്നൊക്കെ ഇരിക്കും അവരുടെ ഉള്ളിൽ.
അവരതിനുള്ള റെഡിനെസ്, ഒരു സാത്വികമായ മനസ്സ് അവർക്കില്ലാത്തതുകൊണ്ട്, ആ ഒരു റെഡിനെസ് അവർക്കില്ലാത്തത് കൊണ്ട് അവരുടെ മനസ്സ് അവരെ പിടിച്ചു നിർത്താനായിട്ട് ചില കളികളൊക്കെ കളിക്കും. അതായത് അവരുടെ ഉള്ളിലെ സെൽഫായിട്ടുള്ള ഞാനെന്ന് പറയുന്ന എൻറ്റിറ്റി അവിടെ നിലനിൽക്കാൻ വേണ്ടി ചില കളിയൊക്കെ കളിക്കും. ആ കളിയിലൊന്ന് ദൈവത്തിനെ പ്രത്യക്ഷപ്പെടുത്തുകയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് സ്വയം തോന്നും, ഓഹ് ഞാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഈ ലോകത്തെ രക്ഷിക്കാൻ പോകുന്ന ഞാനാണ്, അല്ലെങ്കിൽ എന്നോടൊപ്പം ദൈവമുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരം ചില ഇലൂഷൻസിലേക്ക് പോകും. സത്യം പറഞ്ഞാൽ പ്യുവർ സൈക്കോസിസ് ആണ്. ഈ പ്യുവർ സൈക്കോസിസ് തന്നെ പല ആൾക്കാരും ഇതൊരു ദിവ്യമായ അവസ്ഥയാണെന്ന് വിചാരിക്കാനുള്ള പ്രധാന കാരണം, ഇത്തരം ആളുകൾക്ക് ചിലപ്പോൾ സിദ്ധികളൊക്കെ വർക്ക് ചെയ്ത് തന്നിരിക്കും, അതായത് ക്ലാർവോയൻസ് ഒക്കെ വർക്ക് ചെയ്ത് തന്നിരിക്കും. അത് സമാധിയിലും സംഭവിക്കും, ഇവിടെ സംഭവിക്കും. അതിൻ്റെ കാരണം മനസ്സ് അവർക്ക് വേറൊരു തരത്തിലാണെങ്കിലും വൺ പോയിൻറ്റഡ് ആയിട്ട് മാറുകയാണ്. അവരുടെ മനസ്സ് നോർമൽ, ഒരു സാധാരണ ലീനിയർ മനസ്സ്, ഒരു സാധാരണ നമ്മൾ നോർമൽ എന്ന് പറയുന്ന മെജോറിറ്റി ജനങ്ങൾ കടന്നു പോകുന്ന മനസ്സിനാണ് നമ്മൾ പൊതുവെ നോർമൽ എന്ന് പറയുന്നത്. അതല്ല ശരിക്കും നോർമൽ, എന്നാലും നമ്മളതിനെ നോർമൽ എന്ന് പറയുന്നു. ആ നോർമൽ മനോഭാവത്തിൽ നിന്ന് അവരുടെ കോൺഷ്യസ് ലെവൽ വ്യതിചലിച്ചു പോയി. അപ്പോൾ അവരുടെ മനസ്സ് ലീനിയർ ആയിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റും ചിലപ്പോൾ സിദ്ധികളും ക്ലാർവോയൻസും ഒക്കെ വർക്ക് ചെയ്ത് തന്നിരിക്കും. പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ എടുത്ത് ചാടി എന്തെങ്കിലും അനുഗ്രഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിപരീത ഫലം സംഭവിക്കാം. അതുപോലെ തന്നെ ആ വ്യക്തിയും ഈ ഞാനെന്ന ഭാവം ഇല്ലാതാക്കാൻ പോയിട്ട് ആ ഭാവത്തിൻ്റെ രൗദ്രഭാവമായിരിക്കും തിരിച്ച് കാണിക്കുന്നത്. ഞാൻ ഈ ലോകത്തെ രക്ഷിക്കാൻ വന്ന ഒരു മഹാത്മാവാണ്, അല്ലെങ്കിൽ ലോകത്തിലെ തിന്മയൊക്കെ കൊന്നൊടുക്കാൻ വന്ന കാലഭൈരവനാണ് ഞാനെന്ന് വരെ തോന്നുന്ന ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും പ്യുവർ സൈക്കോസിസ് തന്നെയാണിത്. നമുക്കൊരു സാത്വികനായ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബോധോദയം നേടിയ ഒരു ഗുരുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പെടാതെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ യഥാർത്ഥ ഗുരു ഉള്ളിലാണ്, പുറമേ അല്ല. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ ഗുരു ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഗുരുവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിൽ വിശ്വസിക്കാനും തയ്യാറാവണം. എന്നാൽ മാത്രമേ ഈ അവസ്ഥയിലെത്താൻ സാധിക്കൂ. കാരണം ഗുരുവിന് പലപ്പോഴും ഇത്തരം അവസ്ഥയിലേക്ക് പോവാതെ യഥാർത്ഥമായിട്ടുള്ള ബോധോദയത്തിലേക്ക് പോകുന്ന വഴികൾ കാണിച്ചു തരാനോ അതിലേക്ക് നയിക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സമാധി സ്റ്റേറ്റിൽ ഇരിക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ കണ്ണടച്ച് സ്റ്റില്ലായിട്ട് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് സമാധി എന്ന്. ഒരിക്കലും വിചാരിക്കരുത്. ഒരു അടുക്കളയിൽ അല്ലെങ്കിൽ ഒരു പാചകപ്പുരയിൽ മലക്കറി അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ സമാധി അവസ്ഥയിലായിരിക്കും. അത് അദ്ദേഹത്തിന് തന്നെ അറിയേണ്ടതാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ സമാധി അവസ്ഥയിലൂടെ പലരും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടായിരിക്കും, പക്ഷേ അവരത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് 24 മണിക്കൂർ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ബോധോദയം നേടി എന്നൊക്കെ പറയുന്നത് പൊതുവായിട്ട്. ഈ സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥയാണ്. മനസ്സ് വളരെ കാമായി ക്വയറ്റായി പോയി പിന്നെ എല്ലാ ആക്ഷനും മനസ്സിൽ നിന്ന് ചിന്തിച്ച് വരാതെ സ്പോണ്ടേനിയസായി സ്വാഭാവികമായി സംഭവിക്കുന്നത്. അതാണ് പിന്നെ മനസ്സ്. അപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കഥയുണ്ട്, ആ കഥ ആദ്യം പറയാം. ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സന്യാസി 25 വർഷം ഇങ്ങനെ സമാധിയിലിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം സമാധിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനോട് പറഞ്ഞു, പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സമാധി അവസ്ഥയിലേക്ക് പോയി. അതായത് ആ സമാധി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക്, ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് പുള്ളി പോയി. സമാധി അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു മൈൻഡ് സ്റ്റേറ്റിലേക്ക് അയാൾ പോയി. അദ്ദേഹം അത് സമാധി എന്നാണ് വിചാരിച്ചിരുന്നത്. ആ അവസ്ഥയിൽ അദ്ദേഹം എനിക്കൊണ്ട് 25 വർഷത്തോളം ഇരുന്നെന്നാണ് പറയുന്നത്. 25 വർഷം കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറക്കുമ്പോൾ അദ്ദേഹം ആദ്യം നോക്കുന്നത് വെള്ളം എവിടെയെന്നാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ അപ്പോഴേ മരിച്ചു പോയി, കാലം കുറേ പോയതുകൊണ്ട്. അപ്പോൾ ഇതിൽ പോയിൻ്റ് നിങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് 25 വർഷം അദ്ദേഹം ഈ പറയുന്ന ഒരു മെൻ്റൽ ട്രാൻസിൽ ഒരു അനക്കവുമില്ലാതെ സ്റ്റില്ലായി ഒരേപോലെ ഇരിക്കാൻ സാധിച്ചെങ്കിൽ പോലും അതിന് തൊട്ട് മുമ്പ് ചോദിച്ച വെള്ളത്തെ പറ്റിയാണ് അദ്ദേഹം അത് കഴിഞ്ഞ ഉടനെ വീണ്ടും ചോദിക്കുന്നത്. അതായത് വെള്ളം ആവശ്യം ശരീരത്തിനാണ്. ശരീരവും മനസ്സുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് അപ്പോഴും വിച്ഛേദിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. 25 വർഷം അനങ്ങാതെ ഇല്ല സ്റ്റാച്യു പോലെ ഇരുന്നത് കൊണ്ടൊന്നും ധ്യാനം സംഭവിക്കില്ല, അല്ലെങ്കിൽ സ്വാഭാവികത സംഭവിക്കില്ല. സ്വാഭാവികത തനിയെ സംഭവിക്കേണ്ടതാണ്. അതിന് സാത്വികമായ മനസ്സാണ് വേണ്ടത്. ഏതെങ്കിലും മലയിലോ കുന്നിലോ കാട്ടിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൽമരത്തിൻ്റെ ചുവട്ടിലോ ഒക്കെ അനങ്ങാതെ ഇങ്ങനെ പത്മാസനത്തിലിരുന്നത് കൊണ്ട് ധ്യാനം സംഭവിക്കില്ല. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത അഭ്യാസങ്ങൾ കാണിക്കുന്നത് കൊണ്ടും ധ്യാനം സംഭവിക്കില്ല. ചിലപ്പോൾ സൈക്കോസിസ് സംഭവിക്കാം. അതുപോലെ തന്നെ 25 വർഷം ഇതുപോലെ ഇരുന്ന ഒരാൾക്ക് ധ്യാനം കിട്ടാതാവുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്വാഭാവികത സംഭവിക്കാതാകുമ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് തന്നെ മനോനില തെറ്റിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. എത്രയോ കാലം ഗുരുക്കന്മാരുടെ കീഴിൽ ചിലവഴിച്ച് സമയം നഷ്ടപ്പെടുത്തി എത്രയോ ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. ആദ്യം സാത്വികമായ കാമായിട്ടുള്ള ക്വയറ്റായിട്ടുള്ള സ്വസ്ഥമായൊരു മനസ്സാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഒരു മനസ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത് ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായി സംഭവിക്കും. ഓക്കെ, താങ്ക് യു.